ഗുഡ് ഈവനിങ് ഡിയർ വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മോഴ്സ് കോഡ്. ഇതാണ് മോഴ്സ് കോഡിനെ പറ്റി നമ്മൾ ഇന്ന് പഠിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഈ മോഴ്സ് കോഡ് സാമുവൽ മോഴ്സ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ 1840കളിൽ കൊണ്ടുവന്ന ഒരു കോഡിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ലെറ്റേഴ്സിനെ, നമ്പേഴ്സിനെ അല്ലെങ്കിൽ സിമ്പിൾസിനെ, അതിനെ ഓരോ ഡോട്ടുകളും, ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഡോട്ടുകളും ഡാഷുകളും ആയി ക്രോഡീകരിക്കുന്ന ഒരു കോഡിംഗ് സിസ്റ്റമായിരുന്നു ഇത് പ്രധാനമായിട്ട് നമ്മളുടെ ഈ പണ്ടത്തെ ടെലഗ്രാഫ് ഉണ്ടല്ലോ, ടെലഗ്രാഫിലും പിന്നെ അതുകൂടാതെ തന്നെ മിലിറ്ററി ആപ്ലിക്കേഷൻസിനും പിന്നെ ഹാം റേഡിയോസ് ഉണ്ടല്ലോ, ഈ ഹാം റേഡിയോസിലൊക്കെയാണ് ഈ മോഴ്സ് കോഡ് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിപ്പം ഞാനിതൊരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം എ എന്ന ലെറ്റർ എങ്ങനെ എഴുതും എന്ന് പഠിക്കാം. എ എന്ന് പറഞ്ഞാൽ ആദ്യം ഡിറ്റ് ആൻഡ് ഡ. ഡോട്ടിന് ഡിറ്റ് എന്നും ഡാഷിന് ഡ എന്നും എന്നാണ് പറയുന്നത്. അപ്പം ഡിറ്റ് ഡ എന്ന് പറഞ്ഞാൽ എ. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്ത് കാണിക്കാം. ഡിറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കാണിക്കാം വേണമെങ്കിൽ. ഡിറ്റിനൊരു ലൈറ്റ് ടാപ്പും ഡായ്ക്കൊരു ഹാർഡ് ടാപ്പും. ഡിറ്റ് ഡ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഡിറ്റ് ഡ. എ എന്ന് പറഞ്ഞാൽ ഡിറ്റ് ഡ. അപ്പോൾ നമുക്കിതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം? എ ഇങ്ങനെയല്ലേ പ്രധാനമായിട്ട് എഴുതുന്നത്, ഡിറ്റ് ഡ, ഡിറ്റ് ഡ, ഡിറ്റ് ഡ. ഇപ്പോൾ ഈ മോഴ്സിനെ പറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത്രയും ആക്റ്റീവായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മോഴ്സിനെ പറ്റി പറയുന്നത്. നിങ്ങൾ ഈ കൊച്ചുകുട്ടികൾക്ക് ആൽഫബറ്റ്സൊക്കെ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഈ രീതിയിലൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഓരോ സ്ഥലങ്ങളിൽ ഇത് ആവശ്യാനുസരണം ഉപയോഗിക്കാനും, ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് വെച്ച് ഇത് ഓരോ ലെറ്റേഴ്സ് കൺവേ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മോഴ്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.